ഹലോ ഗേസ്, ഞാൻ നിങ്ങളുടെ അഭിലാഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നെയ്ച്ചോറ് എങ്ങനെ പാകം ചെയ്യാം, നെയ്ച്ചോറ് എങ്ങനെ വെക്കാം എന്നുള്ളതിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 10 കിലോ അരി, 10 കിലോ അരിയുടെ നെയ്ച്ചോറാണ് നമ്മളിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പറ അരി വെക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അതിൽ ഇടുന്നത്, എങ്ങനെ അത് പാചകം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ആ പാത്രം വെച്ച് കഴിഞ്ഞാൽ, ചെമ്പ് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം കംപ്ലീറ്റ് വറ്റിയതിന് ശേഷം എണ്ണ നമ്മൾ സൺഫ്ലവർ ഓയിൽ 1 ലിറ്റർ ആണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പറ നെയ്ച്ചോറ് വെക്കാൻ 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിക്കുന്നു. അതിനുശേഷം നെയ്യ് അര കിലോ നെയ്യ് നമ്മൾ അതിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾക്കത് കറക്റ്റായിട്ട് അത് മിക്സ് ആവുന്നതാണ്. ഈ നെയ്യും ഓയിലും തമ്മിൽ മിക്സ് ആവും. അതിനുശേഷം നമ്മൾക്ക് പാത്രം നന്നായിട്ട് ഇളക്കാം. ഇളക്കി അപ്പോൾ എണ്ണ ചൂടാവുന്നുണ്ട്. എണ്ണ ചൂടാവട്ടെ, നെയ്യും എണ്ണയൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് പാത്രം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടാക്കിയതിന് ശേഷം നമുക്ക് അടുത്തത് നമ്മൾക്കിടാം. അടുത്തായിട്ട് നമ്മൾക്ക് ഇടേണ്ടത് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് മിക്സാണ്. അത് നമ്മൾ ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി, അധികം ഇടണമെന്നില്ല. കുറച്ചങ്ങോട്ട് നമ്മൾക്ക് ഇടാം. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി. ആവശ്യത്തിന് ഇടുക. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കൊന്ന് ചൂടായി. അതിനുശേഷം മല്ലിയില, പുതിന നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളത് വെച്ചതാണ്. ചെറുതായിട്ട് അരിയുക. അതിനുശേഷം 1.5 കിലോ സബോള വളരെ ചെറുതായിട്ട് നമ്മൾ സബോള 1.5 കിലോ അരിഞ്ഞ് വെച്ചതാണ്. അത് അതിൽ ഇടുക. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. എണ്ണയും നെയ്യും കൂടിയിട്ട് മിക്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാക്സിമം ഒരു ചുവപ്പ് കളറ് ഒന്ന് മൂക്കുന്നത് വരയ്ക്കും നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടുണ്ടാവും. അടുപ്പിൽ നിന്നുള്ള പുളിവിറകിൻ്റെയും അതേപോലെ തന്നെ ഈ റബ്ബറിൻ്റെ വിറകുമാണ് നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ്, അടുത്ത് നിൽക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ട് അത് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾക്ക് ഇടേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്, കശുവണ്ടിയും ഉണക്കമുന്തിരിയാണ്. അതിൽ നമുക്കൊരു 250 ഗ്രാം കശുവണ്ടി, 250 ഗ്രാം നമ്മൾ അതിൽ ഇടുക. അതിനോടൊപ്പം തന്നെ ഉണക്കമുന്തിരി അതും ഒരു 250 ഗ്രാം നമ്മൾ ഇടണം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കണം. കരിയാൻ പാടില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾക്കത് നന്നായിട്ട് മൂത്തിട്ട് വേണം, നന്നായിട്ടൊന്ന് പാകമായിട്ട് വേണം നമ്മൾക്ക് വെള്ളം ഒഴിക്കാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ചൂട് കിട്ടുന്ന രീതിയിൽ. പച്ചമുളകിൻ്റെ കളറൊക്കെ മാറി. അതുപോലെ തന്നെ കശുവണ്ടിയുടെ കളറും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ അങ്ങനെ എണ്ണയിലിട്ട് അങ്ങോട്ട് നെയ്യിലൊക്കെ അങ്ങനെ വീണിട്ട് സാധനം അങ്ങോട്ട് സൂപ്പറായിട്ട് നല്ല ചന്തക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമുളകൊക്കെ കാണാൻ നല്ല ചന്തമായി. വെളുത്തുള്ളിയും നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യം പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, അധികം ഇടണ്ട. അടുത്തായിട്ട് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് നമ്മൾക്കത് ഇടണം. അത് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു 300 ഇഞ്ചി പേസ്റ്റ് ആക്കിയതും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 300 ഗ്രാമും പേസ്റ്റ് ആക്കിയത് നമ്മൾ ഇടുക. അപ്പോഴേക്കും നല്ല തിക്കായിട്ടുണ്ടാവും. എണ്ണയും നെയ്യും എല്ലാം കൂടിയിട്ട് നല്ല ഇപ്പോൾ ചൂടായിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മാക്സിമം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇത് എല്ലാ ഭാഗത്തും പിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇട്ട സാധനങ്ങളിലെല്ലാം ഇതൊരു പ്രത്യേക ചേരുവയാണ്. അത് ഞാൻ വീഡിയോ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാവിടെയും പിടിക്കുന്നുണ്ട്. ചട്ടിയുടെ എല്ലാ ഭാഗത്തും നെയ്യും സൺഫ്ലവർ ഓയിലും എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം നന്നായിട്ട്
ഇളക്കി കൊടുക്കുക. അടിപൊളിയായിരിക്കും കഴിക്കാൻ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ആവശ്യത്തിന് വെള്ളം എടുക്കണം. 1 ബക്കറ്റ് വെള്ളം ഞാനിവിടെ ആദ്യം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ച് എല്ലാം കൂടിയിട്ട് നമ്മളത് മിക്സാക്കി. പോരാ, വെള്ളം പോരാ, കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ. എന്തായാലും കുറച്ചും കൂടി വെള്ളം അതിൽ ഒഴിക്കുകയാണ്. 1.5 ബക്കറ്റോളം നമുക്കുണ്ട്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മളൊരു കണക്ക് പറയുന്നില്ല. എന്തായാലും ആവശ്യത്തിന് അതിനനുസരിച്ചിട്ട് നമുക്കൊരു വെള്ളം അതിൽ ഒഴിക്കണം. ഒഴിച്ച് ഇനി ഒന്ന് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് കുതിച്ച് മറിയണം. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് അടുപ്പ് അങ്ങോട്ട് കത്തിച്ച് വിടണം. പുളിവറൊക്കെ അങ്ങോട്ട് അടിപൊളിയായിട്ട് കത്തുണ്ട്. ആ കത്തണ കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയാണ്, ഒരു രക്ഷയില്ല. പാത്രം അവിടെ കിടന്നിട്ട് എന്നെ ഒന്ന് പുറത്താക്കോ പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ടാവും. എന്തായാലും പാത്രത്തിന് നല്ല രീതിയിൽ പൊള്ളുന്ന രീതിയിൽ തന്നെ നമ്മൾ അതങ്ങോട്ട് ചൂടാക്കി, പാത്രം അങ്ങോട്ട് ചൂടാകുമ്പോഴാണ് അതിലുള്ള വെള്ളം അങ്ങോട്ട് തിളച്ച് മറിയുക. അപ്പം നമ്മൾ ഈ ഒരു പറ അരി നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരി നമ്മൾ അതിൽ ഇടാൻ പോവുകയാണ്. ഇട്ടു. ഇതിൻ്റെ ഈ മുറം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാലക്കാട് എല്ലാവിടെയും, കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന. പണ്ട് കാലത്തൊക്കെ നമ്മൾ മുറം എന്നതുകൊണ്ട് ഏറ്റവും നല്ലതായിട്ട് എന്താ പറഞ്ഞാൽ അതിൽ വെള്ളം മുഴുവനായിട്ട് നമ്മൾക്ക് വെടിഞ്ഞ് പോവുക മാത്രമല്ല, ഒരു അരി പോലും അതിൻ്റെ പുറത്ത് പോകാതെ നമ്മൾക്ക് എടുക്കാനും പറ്റും. ഇന്ന് ഓട്ടയുള്ള ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ 1-2 അരിയൊക്കെ പുറത്ത് പോകും. ഈ കുണ്ടുമുറവാകുമ്പോൾ അങ്ങനെ അരി പുറത്ത് പോവില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രം അങ്ങോട്ട് മൂടി വെച്ചിട്ട് അടയ്ക്കുക. മൂടി വെച്ച് അടയ്ക്കണം. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കത്തിച്ച് വിടുക. അടുപ്പ് നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ച് വിടുക. സംഭവം നമ്മൾക്കത് പാകമായിട്ടുണ്ട്. നമ്മളത് ഇനി ദമ്മിടാനുള്ള സമയമായിട്ടുണ്ട്. അടിപൊളിയായിട്ട് സംഭവം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇറക്കി വെക്കണം. ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ ആൾ ഇതിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇറക്കി വെച്ചു. പാത്രം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ട് നമ്മൾ മൂടി അതിൻ്റെ മേലെ ദമ്മിട്ട് മൂടി അതിൽ നമ്മൾ തീക്കനൽ അങ്ങോട്ട് വാരി ഇടണം. ആ പാത്രത്തിൻ്റെ മൂടിയുടെ മേലെ നമുക്ക് പരത്തിയിട്ട് തന്നെ ഇടണം. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ചൂട് കിട്ടണം. എങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും റൈസും നല്ല രീതിയിൽ വേകുള്ളൂ. മാക്സിമം അതിൻ്റെ ഈ തീക്കനലുകൾ മാക്സിമം നമ്മൾ അതിൻ്റെ മേലേക്ക് ദമ്മിട്ട് മൂടി വെക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റ് നമ്മൾ ദമ്മിട്ട് മൂടി വെക്കുക. ദമ്മിട്ട് മൂടി വെച്ചതിന് ശേഷമാണ് ഇതിപ്പോൾ എന്തായാലും മൂടി അതിൽ ഫിറ്റായിട്ടുള്ളൊരു മൂടിയാണ്. പിന്നെ നമ്മൾക്ക് അതിൻ്റെ ചുറ്റിലും തുണിയോ വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കറക്റ്റായിട്ടുള്ളൊരു മൂടിയാണ് നമ്മൾക്ക് അതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെമ്പ് കറക്റ്റായിട്ട് അങ്ങോട്ട് മൂടി വെച്ച് നമ്മൾ അതിൻ്റെ മേലെ തീക്കനലൊക്കെ അങ്ങോട്ട് വാരി ഇട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾക്കത് തുറക്കാം. 20 മിനിറ്റ് തുറക്കുമ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സൂപ്പർ സാധനം. അയ്യവ രസമായിട്ടുണ്ട്. എന്താ കാണാൻ ഭംഗി. നമ്മൾക്ക് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പുലി സാധനം. ഒരു രക്ഷയില്ല. ആഹാ, എന്താ രസം. ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം. അടിപൊളി കിടുക്കാച്ചി നെയ്യ്.